അപ്പോൾ സർവ്വഭൂമി സാത്താന്റെ അധികാരത്തിൽ കിടക്കാൻ കാരണം മനുഷ്യൻ പാപം ചെയ്തു എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാര്യമല്ല. അവൻ പാപം ചെയ്തോടി സാത്താന് കീഴടങ്ങി. അതോടുകൂടി ഈ സർവ്വഭൂമിയുടെ അധികാരം സാത്താന്. അപ്പം ഇപ്പൊ ഞാൻ പറയാം, ഈ വീട് അച്ഛൻ്റെ മോന് കൊടുത്തു. അച്ഛൻ്റെ കാര്യം വേണ്ട, ഞാൻ മറ്റൊരു സംഭവത്തെ പറയാം. ഇവിടെ അരൂരുള്ളൊരു സംഭവം അറിയാം. ഞാൻ ഒരിക്കലും ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ വലിയൊരു വീടാ, പക്ഷെ തേച്ചിട്ടില്ല, സിമെന്റ് കട്ട കെട്ടി ഒരുമാതിരി വലിപ്പമുള്ള വീടാ, വാർപ്പ് വീടാ. ഞാൻ നോക്കിയപ്പോൾ ജനലുമില്ല, വാതിലുമില്ല, കതവുമില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ട്, ഇതൊന്നുമില്ല. ഈ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിനകത്ത് താമസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു, അതെ അത് ആ സാറിന്റെ മോനായി ഇപ്പൊ ഇവിടെ കിടക്കുന്നത്, സാറ് മരിച്ചുപോയി. ഇവന് അപ്പൊ സാറിന്റെ അവകാശം ആർക്ക് കൊടുത്തു? മോന് കൊടുത്തതാ. പക്ഷെ ഈ മോൻ കള്ളു കുടിക്കാൻ വേണ്ടി സ്വന്തം വീടിന്റെ കട്ടളി ജനലും എല്ലാം ഇളക്കി സെക്കൻഡ് ഹാൻഡായിട്ട് വിറ്റ് ആ പൈസയ്ക്ക് കള്ളു കുടിച്ചു. അപ്പൊ നോക്കിയേ, അപ്പൻ മകന് കൊടുത്ത ഈ വീട് മകന്റെ ദുർനടപ്പ് മുഖാന്തരം നശിച്ചു പോയതുപോലെ ദൈവം മനുഷ്യന് കൊടുത്ത ഭൂമി മനുഷ്യന്റെ പാപനിമിത്തം സാത്താന് കീഴടങ്ങിപ്പോയി.